ബോഡി ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നമ്മൾ പലവിധം എണ്ണകൾ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ പലവിധ പാക്കുകൾ, എന്താ പറയുക, പൗഡറുകൾ ഒക്കെ നമ്മൾ കാണിച്ചിട്ടില്ലേ. അപ്പം ഇന്ന് നമ്മൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ട്രിക്കാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈസി ആയിട്ട്, അതുപോലെ എളുപ്പം, എല്ലാവർക്കും എപ്പോഴും എളുപ്പമാർഗ്ഗമല്ലേ ഇഷ്ടം. അപ്പോൾ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക്, ഒപ്പം തന്നെ നമുക്ക് നല്ലോണം, അതായത് ഇൻസ്റ്റന്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് വരുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് 2 കാര്യം മതി അതിന്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓയിലിന് ഓയിലിങ്ങും ആയി, നമുക്ക് പാക്കിന് പാക്കും ആയി, അതേപോലെ എന്താ പറയുക ലൈറ്റനിങ്ങും ബ്രൈറ്റനിങ്ങും ടാൻ റിമൂവിങ്ങും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടൊരു കാര്യം നമ്മുടെ ചാനലിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും അത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വേണം കേട്ടോ. അപ്പൊ ഡെയിലി നമ്മളിത് ചെയ്തിട്ട് വേണം, പാൻ എടുത്ത് ഈ കാര്യം ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഒരു പ്രാവശ്യം റെഡി ആക്കിയിട്ട് പിന്നെ അതിങ്ങനെ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത് ആ ഒരു കമന്റ് ഇടരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. അതായത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം, എള്ളെണ്ണ, അങ്ങനെയുള്ള ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. അതായത് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതോ ഉപയോഗിക്കണം, ആൽമണ്ട് ഓയിൽ, അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. അത് ആവശ്യത്തിന് നമ്മൾ ഫുൾ ബോഡി ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ ബോഡിക്കുള്ളത് എടുക്കാം, അല്ലെങ്കിൽ കൈയും കാലും ആണെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സാൻഡൽവുഡ് പൗഡർ ആണ്, അതായത് ചന്ദനപ്പൊടി എന്നൊക്കെ പറയില്ലേ, സാൻഡൽവുഡ് പൗഡർ. അപ്പൊ ഞാൻ മേടിച്ചതിന്റെ ലിങ്ക് ഞാൻ താഴെ വെക്കാം. ഇതിപ്പോ നല്ല സാൻഡൽവുഡ് പൗഡർ ആണ്. അത് ഞാനിപ്പോ എടുത്തിരിക്കുന്നത് എന്റെ കൈക്കും കാലിനും വേണ്ടിയിട്ടാണ്. അപ്പൊ 1 സ്പൂൺ എടുത്തിരിക്കണേ. നിങ്ങൾ ഫുൾ ബോഡി എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു 2-2.5 സ്പൂണോളം എടുക്കാം കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു എന്താ പറയാ, ഒരു 4 സ്പൂൺ എണ്ണയ്ക്ക് 1 സ്പൂൺ ചന്ദനപ്പൊടിയാണ്, അതായത് സാൻഡൽവുഡ് പൗഡർ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുക. എന്നിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ജസ്റ്റ് കുറഞ്ഞ തീയിലിട്ടിട്ട് ചൂടാക്കുക. ഇത് നമ്മളിങ്ങനെ ആയുർവേദ എന്താ പറയാ, നമ്മളിങ്ങനെ ബോഡി എന്താ പറയാ റീഫ്രഷിങ് ട്രീറ്റ്മെന്റ്, റെജുവിനേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യുന്ന, അതായത് ഉപയോഗിക്കുന്ന കാര്യം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, നല്ലതാണ്. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മളൊരു 5 മിനിറ്റോളം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ഞാനിപ്പോ എന്തായാലും ചൂടാക്കുന്നുണ്ട്, അത് ജസ്റ്റ് ചൂടാക്കിയാൽ മതി. നല്ല സാൻഡൽവുഡ് പൗഡർ നോക്കിയിട്ട് നമ്മൾ മേടിക്കാനും ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കയ്യിൽ ക്യാമറ പിടിക്കുകയും ഞാൻ തന്നെ എന്താ പറയുക ചെയ്യുമ്പോൾ അങ്ങനെ കിടന്ന് ഷെയ്ക്ക് ആവുന്നുണ്ട്. പിന്നെ ലൈറ്റും കുറവാണ്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു റിംഗ് ലൈറ്റും ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് വെച്ചിട്ടില്ല. പുറത്തിരുന്നിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, അകത്ത് അടുക്കളയിൽ വെച്ചിട്ടാണ് ഇത് വീഡിയോ എടുക്കണത്. അപ്പൊ എന്തായാലും നമ്മുടെ എണ്ണ അവിടെ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ എന്നും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നും ഇതേ പ്രോസസ്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 2 കാര്യം മതി. എണ്ണയ്ക്ക് എണ്ണയായി, പാക്കിന് പാക്കായി. അതായത് എണ്ണയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എണ്ണ ഇടുന്നുണ്ടെങ്കിൽ എണ്ണ ഇടുന്ന മാതിരിയായി. അതേപോലെ നമ്മുടെ എന്താ പറയാ സാൻഡൽവുഡ് ഇടുമ്പോൾ നമുക്ക് ആ ഒരു പാക്കും ആ ഒരു ഇഫക്റ്റും കൂടി കിട്ടും. അപ്പൊ കളർ വന്നിട്ട് ചെറിയൊരു ബ്രൗൺ കളർ ആവട്ടോ നമ്മുടെ സാൻഡൽവുഡിന്റെ. ഓക്കെ, അപ്പൊ ഇത് സാൻഡൽവുഡ് പൗഡർ എന്ന് പറഞ്ഞിട്ട് മേടിക്കുക. അങ്ങാടി കടയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അങ്ങനെയും മതി. അപ്പൊ ഞാൻ നമ്മുടെ അടുക്കളയിൽ അവിടെ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കണേ. പുറത്തുനിന്ന് ആ ഒരു ഡേ ലൈറ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എന്റെ കാലമത്തെ ഹെയർ ഒന്നും അങ്ങനെ മുന്നേ എപ്പോഴോ കളഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ അതൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ ചിലർക്ക് നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വന്നൂടെ എന്നൊക്കെ ചോദിക്കും. സോ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എപ്പോഴും അങ്ങനെ കളഞ്ഞ് ക്ലീൻ ആക്കി വെക്കാൻ. അങ്ങനെ എന്താ പറയാ, അത് ഇരുന്നുകൊണ്ട് അത്ര എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്കിപ്പോ അങ്ങനെ കളയണം, എന്തെങ്കിലും വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ ഒരു സ്കേർട്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്കേർട്ട് അല്ല, ഫ്രോക്കോ മറ്റെന്തെങ്കിലും ഒരു ഇടണം, അങ്ങനെയൊക്കെ ആവും മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് അങ്ങനെ അത്ര വലിയ ഹെയർസ് ഒന്നും ഇല്ല, അങ്ങനെ ചെറിയൊരു തന്നെയുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഞാൻ എടുത്ത് പറഞ്ഞത് ചിലർക്ക് അത് ഇഷ്ടാവില്ല, അത് കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വന്നൂടെ എന്നൊക്കെ ചോദിക്കും. കമന്റ് വരാൻ നിറയെ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് അവർക്ക് വിടുക. ഓക്കെ, നിങ്ങൾക്ക് കളയാം, കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും ഇത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ സംസാരിക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഫുൾ ബോഡി ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, പുറത്തുനിന്ന് ചിലർക്ക്, അതായത് നാട്ടിലൊന്നും ഇല്ലാത്തവർക്ക് പുറത്തുനിന്നുള്ള എണ്ണകളൊന്നും കിട്ടില്ല, നമ്മുടെ നാട്ടിലുള്ള എണ്ണകളൊന്നും കിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവർക്കും കൂടിയിട്ടാണ് എനിക്ക് കുറേ റിക്വസ്റ്റ് വരാറുണ്ട്. നല്ല മെത്തേഡാണ്. സാൻഡൽവുഡ് പൗഡർ നമ്മുടെ സ്കിന്ന് ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ പറയുന്നതല്ല, പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളതാട്ടോ. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഒരു സ്കിന്ന് ക്ലിയർ ആവുക, അതേപോലെ സ്കിൻ ലൈറ്റൻ ചെയ്യുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ ആദ്യം വരുന്ന ഒരു പേര് സാൻഡൽവുഡ് ആണ് കേട്ടോ.
സാൻഡൽവുഡ് പൗഡർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫേസ് പാക്ക് ആണെങ്കിലും അതുപോലെ ഇപ്പോൾ നമ്മുടെ ബാത്ത് പൗഡർ ആണെങ്കിലും ഒക്കെ സാൻഡൽവുഡ് ഇട്ട നല്ലതാ. പക്ഷെ റേറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എന്നും എണ്ണ തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ എന്നും ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 2 തവണക്കാണ് എണ്ണ തേച്ച് കുളിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പ ചെയ്താലും മതി. പക്ഷെ നമുക്ക് വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് ചെയ്യാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ സ്ഥലമില്ല, പണിക്കാരൊക്കെ ഉണ്ട്, മുകളിലുണ്ട്, അതേപോലെ വീട്ടിനകത്തിരുന്ന് ചെയ്യാനും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയുടെ അവിടെ ഒരു പഴയ ഒരു ഷീറ്റ് ഇട്ടിട്ട് ഒരു പാത്രം കമത്തി വെച്ചിട്ട് അതുമ്മ കയറിയിരുന്നു. കാരണം സ്റ്റൂള് മാതിരിയായിട്ടൊന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് കാണൂല, ആകെ ഒരു കശപിശയായിരുന്നു, ആകെ ചപ്പുറപ്പുറയായിട്ടൊക്കെ എടുക്കണേ, പണി നടക്കണോണ്ടേ മുകളില്. അപ്പൊ ഞാനിവിടെ ഒരു ബാത്ത് പൗഡർ എടുത്തിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കടലപ്പൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടി മഞ്ഞളും അതേപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ബാത്ത് പൗഡർ ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുക. അതിന് ശേഷം ബാത്ത് പൗഡറും സാധാരണ നമ്മൾ കുളിക്കണ മാതിരി ബാത്ത് പൗഡർ ഇടുക. എന്നിട്ട് നമ്മൾ കുറച്ചു നേരം ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് ഇത് കഴുകി എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാവും. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും. അതേപോലെ നമ്മുടെ ഇത് ഉപയോഗിച്ച് വരുന്നതിലൂടെ നമ്മുടെ സ്കിൻ ലൈറ്റൻ ആവും. നമ്മുടെ ഫുൾ ബോഡിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബോഡിയിൽ നമ്മുടെ അണ്ടർ ആംസ്, നെക്ക്, അതുപോലെ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ്, തുടയെടുക്ക്, ആ ഭാഗങ്ങളിലൊക്കെ ലൈറ്റനായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് അപ്പുറത്തെ കാലുമേയും കൂടിയും ചെയ്യാം. ഞാൻ പിന്നെ കൈയും കാലും ഫുള്ളായിട്ട്, അതായത് കൈയും കാലും ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ബോഡിയിൽ ഇട്ടിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഞാൻ എന്തായാലും ഒരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. സാൻഡൽവുഡ് എണ്ണയിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ ഇത് അങ്ങനെ എന്താ പറയാ, ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ അങ്ങനെ ഇത് തേച്ചുകൊണ്ട് അങ്ങനെ വലിയൊരു സംഭവം വരും അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഞാൻ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു ആധികാരികമായി പറയാനായിട്ടുള്ള ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാല് ഇതെന്ന് പറഞ്ഞാൽ ഇത് ചിലർക്ക് ഇപ്പൊ എത്ര നല്ല സ്വർണ്ണമാണ് അല്ലെങ്കിൽ സ്വർണ്ണക്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ചിലർക്ക് അത് അലർജി ആയിരിക്കും. മഞ്ഞൾ എത്ര നല്ലതാ, പക്ഷെ നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങളും ചിലർക്ക് അലർജി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും ചെയ്യുക അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഉപയോഗിച്ച സാൻഡൽവുഡ് പൗഡറിന്റെ ലിങ്ക് ഞാൻ വെക്കാം. നല്ല സാൻഡൽവുഡ് പൗഡറാണ്. ഇപ്പൊ എല്ലാവർക്കും നമുക്കിങ്ങനെ സ്കിൻ ലൈറ്റനിങ് എണ്ണകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മേടിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അപ്പൊ അവരെന്നോട് പറയുന്നതാണ്, പ്രത്യേകിച്ച് നാട്ടിലില്ലാത്തവരാണ് പറയാറ്, ഇതൊന്നും ഞങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും വേറൊരു ഐഡിയ എന്തെങ്കിലും പറഞ്ഞുതരാൻ. അപ്പൊ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഓയിൽസ് ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. പിന്നെ അതായത് എള്ളെണ്ണയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം, പ്രശ്നമില്ല. എള്ളെണ്ണയൊക്കെ നല്ലതാണ്. ഞാനിപ്പോൾ എല്ലാവർക്കും എപ്പോഴും കിട്ടുക കോക്കനട്ട് ഓയിലായിരിക്കും. അപ്പൊ അതാണ് ഞാൻ അതിൽ കാണിച്ചത്. നല്ലതാണ്. നമുക്ക് വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് ഇപ്പോൾ 1 മാസം 2 മാസമൊക്കെ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം. സ്കിൻ ലൈറ്റനാവും. പാടുകളും അതേപോലെ നമ്മുടെ കൈമ കൊതുകുത്തിയ പാട്, കാലുമ ചൊറി വന്ന പാട് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അതൊക്കെ ഫെയ്ഡായി നല്ല വ്യത്യാസം വരും കേട്ടോ. അപ്പൊ ഞാൻ കുറേ പാടുപെട്ടിട്ടാണ് വീഡിയോ എടുക്കണേ. നിങ്ങൾക്കത് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. കാരണം ഇങ്ങനത്തെയൊക്കെ വീഡിയോകൾ കാണിക്കുമ്പോഴേ ഭയങ്കര ഹൈ റിസ്ക് ആണ്. നമ്മുടെ സേഫ്റ്റി നോക്കണം. അതേപോലെ എന്താ പറയാ, നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ വൃത്തികേടായിട്ടുണ്ടോ നോക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഞാൻ കുറെ നാളായിട്ട് എന്നോട് ചോദിക്കുന്നതുകൊണ്ട് റിക്വസ്റ്റ് പ്രകാരം ഞാൻ ചെയ്തതാണ്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കട്ടോ. നമ്മൾക്ക് ഇങ്ങനെ എടുക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.